രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് ഞാൻ ഉച്ചയ്ക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ ഒടുവിൽ കാണുന്നത് ബ്ലാങ്കി ചെക്ക് കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിന് നല്ല ദേഷ്യമായി പോയി. കാരണം മഹിമ കൊടുത്ത ചെക്ക് കണ്ടു കഴിഞ്ഞപ്പം സഹിച്ചില്ല. ഒരിക്കലും ശ്രീകാന്ത് അങ്ങനെയൊന്നും ആഗ്രഹിച്ചില്ല. ഭാര്യയുടെ വീട്ടിലെ പണം കൊണ്ട് റെസ്റ്റോറന്റ് തുടങ്ങുക, അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ശ്രീകാന്തിന് നല്ല ദേഷ്യമായിരുന്നു. ശ്രീകാന്ത് ആ ചെക്കുമായിട്ട് നേരെ വർഷയെ കാണാനായിട്ട് ഡബ്ബി സ്റ്റുഡിയോയിലേക്ക് ചെല്ലുവാണ്. അപ്പം വർഷയെ 2 പ്രാവശ്യം കോള് വിളിച്ചു. പക്ഷെ വർഷ ഡബ്ബി സ്റ്റുഡിയോയിലായിരുന്നു, ഡബ്ബ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇടയ്ക്ക് ശ്രീകാന്തിന്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വർഷം ഒന്ന് നിർത്തി. കോള് നോക്കി കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത. ആ സമയത്ത് സൗണ്ട് എഞ്ചിനീയർ ചോദിച്ചു, അല്ല എന്താ വർഷ? അതെ, ഒരു കോള് വന്നാ, എന്നാ പോയി സംസാരിച്ചോളാൻ പറയണേ. സാരമില്ല, ഞാൻ പിന്നീട് സംസാരിച്ചോളാന്ന് പറഞ്ഞു. ഈ സമയം വർഷയെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ശ്രീകാന്ത് എന്ത് ചെയ്തു? നേരെ സ്റ്റുഡിയോയിലേക്ക് കയറി വന്നു. നോക്കിക്കഴിഞ്ഞപ്പോ സൗണ്ട് എഞ്ചിനീയർ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അയാളോട് പോലും ഒരു വാക്കും പറയാതെ നേരെ സ്റ്റുഡിയോയ്ക്കകത്തേക്ക് അവള് കയറി പോണ. അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പിന്നാലെ എന്തെങ്കിലും അതൊന്നും കേൾക്കാൻ ശ്രീകാന്ത് കൂട്ടാക്കില്ല. ശ്രീകാന്ത് എന്നിപ്പോ വർഷ ഡബ് ചെയ്തോണ്ടിരിക്കുക. ശ്രീകാന്ത് കയ്യിലിരുന്ന് ആ ചെക്ക് വലിച്ച് ഒറ്റ ഏറെറിയാണ് അവളുടെ മുന്നിലേക്ക്. ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു നിമിഷം വർഷ സ്റ്റക്കായിപ്പോ. എന്താന്ന് വർഷയ്ക്ക് മനസ്സിലായില്ല. വർഷ പെട്ടെന്ന് താഴെ കിടക്കുന്ന ആ പേപ്പർ എടുത്ത് നോക്കണം. നോക്കിക്കഴിഞ്ഞപ്പോ അതിൽ ബ്ലാങ്ക് ചെക്ക്, തന്റെ അച്ഛന്റെ പേരിലുള്ള ചെക്കാണല്ലോ. ഇതെങ്ങനെ ശ്രീകാന്തിന്റെ കൈ വന്നു? വർഷ പെട്ടെന്ന് ശ്രീകാന്തിന് പിന്നാലെ ഓടി ചെല്ലുവാണ്. എന്താ ശ്രീകാന്തെ, ഇതെന്താ? ഇത് ബ്ലാങ്ക് ചെക്കാണല്ലോ, എന്റെ അച്ഛന്റെ സൈനുള്ള ചെക്കാണല്ലോ എന്ന് പറയണം. അതെ, അത് തന്നെയാ, അതാ നിനക്ക് കൊണ്ടു തന്നെ. അല്ല, ഇതെവിടുന്ന്? നിന്റെ അമ്മ എനിക്ക് റെസ്റ്റോറന്റ് തുടങ്ങാൻ വേണ്ടി കൊണ്ടു തന്ന. അമ്മ റെസ്റ്റോറന്റ് തുടങ്ങാനായിട്ടോ? നീ അമ്മയോട് പറഞ്ഞായിരിക്കുമല്ലേ എനിക്ക് റെസ്റ്റോറന്റ് തുടങ്ങാനായിട്ട് പണം വേണമെന്ന്. അതുകൊണ്ടായിരിക്കും നിന്റെ അമ്മ കൊണ്ടുവന്ന് എനിക്ക് ബ്ലാങ്ക് ചെക്ക് തന്നെ, എന്നെ വിലക്കെടുക്കാന്ന് എനിക്ക് സ്ത്രീധനമായിട്ട് കിട്ടിയത്. ഇത് കേട്ടപ്പോ വർഷം പറഞ്ഞു, ഇതേ വെറുതെ ശ്രീകാന്തെ, ഞാൻ അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് വെറുതെ സംസാരിക്കരുതെന്ന് പറഞ്ഞു. നിനക്കറിയത്തില്ലെന്നോ? നീ അറിയാതെ പിന്നെ എങ്ങനെയാടി റെസ്റ്റോറന്റ് തുടങ്ങാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നിന്റെ അമ്മ അറിയണേ? അതാണോ? അത് കഴിഞ്ഞ ദിവസം അമ്മ എന്നോട് പറഞ്ഞു. അതെ, കല്യാണമൊക്കെ ഇത്ര നാളായില്ലേ, അപ്പൊ ഒരു കുഞ്ഞു വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞിനെ കുറിച്ചൊന്നും ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. ആദ്യം ഒരു റെസ്റ്റോറന്റ് തുടങ്ങണമെന്ന ആഗ്രഹം ശ്രീകാന്തിന്, അതിനുശേഷം മതിയെന്ന്. അപ്പൊ ചിലപ്പോ അത് വെച്ചായിരിക്കും അമ്മ ചിലപ്പോ പണമില്ലെന്ന് കരുതിയിട്ടായിരിക്കും കൊണ്ട തന്നെ. അത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, എനിക്കിതിന്റെ ആവശ്യമില്ലെന്ന് പറയണ. ആവശ്യമില്ലെങ്കിൽ എന്റെ അടുത്തേക്ക് കൊണ്ടുപോയിടേണ്ട കാര്യം എന്താ? അത് അമ്മയല്ല തന്നെ, അമ്മയുടെ കൈ കൊണ്ടു കൊടുക്ക്. അതിന് ഞാനിത് തെറ്റ് ചെയ്തു. അത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, ഇത് നീ പറഞ്ഞോണ്ടാണല്ലോ. എന്ത് തന്നെയാണ് ശ്രീകാന്തെ, എനിക്കിതിന്റെ ആവശ്യമില്ല. ശ്രീകാന്ത് കീറിക്കളയ ചെയ്യണ്ടേ, അല്ലാതെ എന്റെ അടുത്തേക്ക് കൊണ്ടു തരുവല്ലേ ചെയ്യുന്നേ. ഞാൻ എന്റെ കാര്യത്തിന് പോലും വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാറില്ല, അവരോട് 1 രൂപ പോലും ചോദിക്കാറില്ല. പിന്നെയാണോ ശ്രീകാന്തിന്റെ കാര്യത്തിന് റെസ്റ്റോറന്റ് തുടങ്ങാൻ ഞാൻ വീട്ടുകാരോട് ചോദിക്കുന്നത്? ഇത്രയ്ക്ക് ബുദ്ധിബോധം ശ്രീകാന്തിന് ഇല്ലേന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുവാണ്. എന്തേലും കേട്ട ഉടനെ അതുമായിട്ട് ഓടി ഇങ്ങോട്ടേക്ക് വന്നേക്കും, അതിന്റെ സത്യാവസ്ഥ എന്താന്ന് പോലും അറിയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറഞ്ഞു. ഒടുവില് ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ശ്രുതി എന്ത് ചെയ്തു? ആദിക്ക് ഡ്രസ്സ് എടുക്കണമല്ലോ, ആദിയുടെ പിറന്നാളാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പിറന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കടയിലേക്ക് പോവാണ്. അങ്ങനെ ചെന്ന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണം. അപ്പൊ ആദിക്ക് നല്ല കോട്ട് സൂട്ടും ഒക്കെ വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നല്ല ഇച്ചിരി വില കൂടി തന്നെയാണ് ആദിക്ക് വേണ്ടി എടുക്കുന്നത്. ഒറ്റ മോനല്ലേ ഉള്ളൂ. അവനിത് കൊണ്ടേ കൊടുക്കുമ്പോൾ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നീട് വീഡിയോ കോൾ വിളിച്ച് ആദ്യനെ കാണിച്ചു കൊടുത്തു. ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം. ആദ്യം പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ട അമ്മ എടുത്തിരുന്ന് എന്തോ എനിക്ക് ഇഷ്ടമാന്ന് പറയണം. അതേ സമയത്ത് ചന്ദ്രമതി ഭാമയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അപ്പൊ ചന്ദ്രമതിയുടെ പുതിയ തന്ത്രമായിരുന്നു, ഭാമ ഉപദേശിച്ചു കൊടുത്ത തന്ത്രമാണ്. കാരണം കുട്ടികളൊന്നും വരുന്നില്ല പഠിക്കാനായിട്ട്. അങ്ങനെ കുട്ടികളെ വരുത്തണമെങ്കിൽ അവരെ ഒന്ന് കയ്യിലെടുക്കണ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അവര് വരണമെങ്കിൽ എന്തേലും ഓഫർ കൊടുക്കണം. 1 മാസത്തെ ഫീസ് വേണ്ട, അങ്ങനെ ഒരു ഓഫർ ഇടുവാണ്. 1 മാസത്തെ ഫീസ് വേണ്ടെങ്കിൽ ആ ഫീസിൽ വകുപ്പാക്കണല്ലോ. അതിന് വേണ്ടിയിട്ട് പുതിയൊരു തന്ത്രം കണ്ടെത്തി. അതും ഭാമ തന്നെയാണ് പറയണേ. നമുക്ക് യൂണിഫോം അവർക്ക് കൊടുക്കാം. ആ യൂണിഫോമത്തിന്റെ വിലയിൽ നമുക്ക് ആ ഫീസ് ഈടാക്കാം. കുറഞ്ഞ പൈസക്ക് തുണി വാങ്ങിച്ച് യൂണിഫോം ഉണ്ടാക്കിയിട്ട് കൂടുതൽ പൈസ നമുക്ക് അവിടെ നിന്ന് വാങ്ങിച്ചെടുക്കാം. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അപ്പൊ അത് പ്രകാരം ആ ഭരതനാട്യം പഠിക്കുന്ന കുട്ടികൾക്കുള്ള യൂണിഫോം മേടിക്കാനായിട്ട് ഭാമയും ചന്ദ്രമതിയും കൂടെ കടയിലേക്ക് വരുവാണ്. അങ്ങനെ അവര് വന്ന് യൂണിഫോം ഒക്കെ നോക്കുവാണ്. ഈ സമയത്ത് ശ്രുതി അവിടെ ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭാമയും ചന്ദ്രമതിയും വന്നിട്ട് യൂണിഫോം എടുത്ത് അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ബില്ലടയ്ക്കാനായിട്ട് അങ്ങോട്ട് വരുന്ന സമയത്താണ്
ശ്രുതി എന്ത് ചെയ്തു, ആദിക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് വരുന്നേ. ഈ സമയം ശ്രുതി ഞെട്ടിപ്പോയി. ഭാമയും ചന്ദ്രമതി ശ്രുതിയെ കണ്ടു. ആഹാ മോളോ, ഇതെന്താ ഇവിടെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതിക്ക് എന്ത് പറയണമെന്നറിയില്ല. ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഞാന് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വന്ന ഒരു ക്ലയന്റിന്റെ മോന്റെ ബർത്ത്ഡേ ഉണ്ട്, അതിന് വേണ്ടിട്ടോ. ഓ അങ്ങനെയാണല്ലേ. അപ്പോഴേക്കും അവര് കൊണ്ടുവന്ന് ബില്ല് കൊടുക്കുകയാണ്. ബില്ല് എമൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി വരെ ഞെട്ടിപ്പോയി. 10,000 രൂപയായിട്ടുണ്ടായിരുന്നു. ആദിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞപ്പോ ഇത്ര വലിയ ഡ്രസ്സാണോ ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുകയാണ്. ആ സമയത്ത് ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ. ദൈവമേ, തന്റെ കള്ളത്തരം എങ്ങാനും കണ്ടുപിടിക്കുവോ. ആ സമയം ശ്രുതി ഒരടവെടുത്തു. ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, അമ്മ എന്തിനു വന്നാന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ കുട്ടികൾക്കുള്ള യൂണിഫോത്തിന് ഡ്രസ്സ് എടുക്കാന്. എന്നാ ബില്ലിങ് വന്നേരം ഞാൻ കൊടുക്കാന്ന് പറയണം. അപ്പൊ ഭാമയെ പറഞ്ഞ മരുമോളല്ലേ നിക്കുന്നേ, അപ്പൊ മരുമോള് കൊടുത്തോളൂന്ന്. വേറെ നിവൃത്തിയില്ലായിരുന്നു ശ്രുതിക്ക്. അങ്ങനെ ഒടുവില് ശ്രുതി ആ ബില്ല് മേടിച്ച് ശ്രുതി പേ ചെയ്യുവാണ്. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ശ്രുതിയാണെ പെട്ടുപോയ അവസ്ഥയില. എങ്ങാനും തന്റെ കള്ളത്തരങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഇവർക്ക് സംശയമൊന്നും തോന്നിയില്ല. സംശയം തോന്നാതിരിക്കാനും കൂടിയിട്ടാണ് ചന്ദ്രമതിയുടെ ബില്ലും കൂടെ കൊടുക്കണേ. അങ്ങനെ അവരങ്ങോട്ട് കടയിന്ന് പോവാണ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോ ശ്രുതി എന്ത് ചെയ്തു, ആദിയെ കാണാനായിട്ട് ചെന്നു. ആദിക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യ പറഞ്ഞു, എനിക്കറിയായിരുന്നു എന്റെ അമ്മ വരുമെന്ന് പിറന്നാളിന്. ഇത് കേട്ടപ്പോ ആദിയെ കെട്ടിപ്പിടിച്ചിട്ട് ശ്രുതി പറഞ്ഞു, എനിക്ക് വരാതിരിക്കാൻ പറ്റുവാണോന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം ശ്രുതി താൻ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ കൊടുത്തു. ഇഷ്ടപ്പെട്ടോ മോനെന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ഈ സമയം വിമല പറഞ്ഞു, രാവിലെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നീ എപ്പോ വരും ചോദിച്ചോണ്ട്. അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ഇത് കണ്ടോ എന്റെ അമ്മയാന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പറയാണ്. പിന്നീട് ശ്രുതി പറഞ്ഞു, അതെ മോനി ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് ആദ്യം കൂട്ടിക്കൊണ്ടുകൊണ്ട് പോയി. അങ്ങനെ ഡ്രസ്സൊക്കെ ഇടിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കേക്കൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ എടുത്തു വെച്ചു. അപ്പൊ ഇനി കേക്ക് കട്ട് ചെയ്യാം. അപ്പൊ കുറെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആദിയുടെ. പിന്നെ അടുത്ത വീട്ടിൽ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ആദിയുടെ പിറന്നാളിന് വന്നതല്ലേ. അങ്ങനെ എല്ലാരും കൂടെ സന്തോഷത്തോടെ കേക്ക് കെട്ടാനായിട്ട് ഒരുങ്ങുവാണ്. അതേ സമയത്താണ് പുറത്തൊരു കാറ് വന്നിരിക്കുന്നത്. ശ്രുതി നോയിക്കഴിഞ്ഞപ്പോ സച്ചിൻ രേവതി. ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി. പെട്ടെന്ന് നിന്ന വിമലോട് പറഞ്ഞു, അമ്മ എന്താ അമ്മ അവരെ വിളിച്ചിട്ടുണ്ടോന്ന് ചോദിക്കുക. ആരെ? അല്ലെ രേവതിയെ സച്ചിനെ. ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ വിളിക്കുമെന്ന് ചോദിക്കുക. ദേ അവര് വന്നിരിക്കുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്റെ ദൈവമേ, എന്നെ കൊല്ലാക്കൊലയിക്കുവാണല്ലേ എല്ലാരും കൂടെ ഇട്ടിട്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അധികം വൈകാതെ തന്നെ എന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരും. ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ അവരെ എന്തേലും പറഞ്ഞ് ഇവിടുന്ന് പറഞ്ഞു വിടാൻ ശ്രമിച്ചോണം. അല്ലെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറുവാണ്. ആ സമയം രേവതി സച്ചിൻ ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് കയറി വന്നു. അവരുടെ കയ്യിൽ ആദിക്കുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കയറി വന്നു ചോദിച്ചു, ആഹാ ഇതെന്താ ഇവിടെ ഭയങ്കര ബർത്ത്ഡേ ആഘോഷമൊക്കെയാന്ന് തോന്നല്ലോ. അപ്പോഴേക്കും ആദ്യം പറഞ്ഞു, എന്റെ ബർത്ത്ഡേ അങ്കിളെന്ന് പറയാം. ആഹാ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയൊക്കെ വിഷ് ചെയ്യുന്നുണ്ട്. പിന്നീട് രേവതി സച്ചിയുടെ ഡ്രസ്സ് വാങ്ങി ആദിക്ക് കൊടുക്കുവാണ്. ഇത് കണ്ട വിമല ചോദിച്ചു, ഇതെന്താ മോളെ? അതെ സച്ചിയേട്ടന് കഴിഞ്ഞ ദിവസം പോയപ്പോ ആദിക്ക് ഒരു ഡ്രസ്സ് എടുത്തു. എനിക്ക് സാരി വാങ്ങാൻ കയറിയതാ, ആ സമയത്ത് വാങ്ങിയതാ. സച്ചിയേട്ടന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞപ്പോ ആദ്യം താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഈ സമയം രേവതി പറഞ്ഞു, കൊള്ളാലോ നല്ല ഡ്രസ്സൊക്കെ ആണല്ലോ എന്ന് പറയണം. പിന്നീട് സച്ചി ചോദിച്ചു, അതെന്താ ആന്റി ഇവന്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞു പോലും ഇല്ല. അത് പിന്നെ ഞങ്ങള് അധികം അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. പിന്നെ ആദ്യയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, എന്താണ് ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ വന്നേ. പക്ഷെ ആദ്യയുടെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ല. കാരണം ശ്രുതി അങ്ങോട്ട് മാറിപ്പോയില്ലേ, അത് തന്നെയായിരുന്നു വിഷമം. കൃത്യസമയത്ത് അവര് കയറി വന്നോണ്ട് ശ്രുതിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, എന്താടാ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ഞങ്ങൾ വന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയൊന്നുമില്ല അങ്കളെ. കൃത്യസമയത്തല്ലേ വന്നേ, അന്ന് നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറയണം. അത് പിന്നെയെന്നും പറഞ്ഞോണ്ട് വിമല നിൽക്കുക. എന്താ ആന്റി? ഒന്നുമില്ല. ആന്റിയുടെ മുഖത്തെന്താ വിഷമോ? ഇനിയിപ്പം മോള് വരാത്തോണ്ടാണോ? ആദ്യയുടെ അമ്മയില്ലാത്തതിന്റെ വിഷമമാണെന്ന് നിൽക്കുക. അത് പിന്നെ ഞാനെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ആന്റി വിഷമിക്കൊന്നും വേണ്ട. ആന്റി എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ആന്റി സങ്കടപ്പെടാതിരിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടത്തോടുകൂടി ആദ്യ വിമലയെ ഒന്ന് നോക്കുകയാണ്. കാരണം തന്റെ അമ്മ ഇവിടെ മറിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആദിക്കറിയാം. പക്ഷെ സച്ചി രേവതിയും കൂടെ ഉള്ളതുകൊണ്ടാണ് വരാത്തേന്ന് അറിയാം. പക്ഷെ അതിവിടെ പറയാനായിട്ട് പറ്റത്തില്ലോ. ആദ്യയുടെ മോൻ കണ്ടപ്പോ രേവതി അതിനെ പോയി ചേർത്ത് പിടിച്ചു. അതെ മോൻ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ വന്നില്ലേ, മോൻ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. പിന്നീട് സച്ചി വിമലയും വിളിച്ചു. ആന്റി 1 മിനിറ്റും കൂടെ വരാൻ പറയണം. അങ്ങനെ വിളിച്ചോണ്ടാ പുറത്തേക്ക് പോയി. ആ സമയം രേവതിയും കൂടെ എങ്ങോട്ട് ചെന്നു. അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ ആന്റി സത്യം പറയുക. എന്താ? അല്ല ആന്റിയുടെ മോള് വിളിക്കാൻ മറ്റോ ചെയ്തോന്ന് ചോദിക്കും.
അല്ല ഇന്ന് മോന്റെ ബർത്ത്ഡേ അല്ലേ, അവന്റെ മുഖത്തെ സങ്കടം കണ്ടോ, അവന് ഭയങ്കര വിഷമമുണ്ടെന്ന് തോന്നേ, അവന്റെ അമ്മയില്ലാത്തോണ്ട് വിളിക്കോ മറ്റോ ചെയ്തോന്ന് ചോദിക്കാം. അപ്പോഴേക്കും വിമല പറഞ്ഞു, അത് പിന്നെ എന്താ ആന്റി, അവളങ്ങനെ വിളിക്കാറൊന്നും ഇല്ല മോനെ. വിളിക്കാറില്ലെന്നോ? അതെ, അത് പിന്നെ ഞാൻ നിങ്ങളോട് പറയാതിരുന്നാന്ന് പറയണം. ആ സമയം ശ്രുതി പുറത്തിങ്ങനെ നിൽക്കുവാണ്, ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും മുമ്പിൽ ഒരു കഥ അങ്ങോട്ട് പറയണം. അവൾക്ക് ഇഷ്ടപ്പെടാതെയാണ് കല്യാണമൊക്കെ നടത്തിയത്. അവളുടെ കുറച്ച് പ്രായം കൂടുതലുള്ള ആളായിരുന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചുപോയി. ആ സമയത്ത് അവൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നോട്. മോനെ പോലും അവൾക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇവിടുന്ന് പോയത്. അവളങ്ങനെ വിളിച്ച് കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല, എപ്പോഴെങ്കിലും ഒരു സമയത്തെങ്കിലും വിളിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞൊരു കള്ളക്കഥയല്ല, ശരിക്കും ഉള്ള കഥയാണ്. പക്ഷെ ശ്രുതിയാണ് ആ നായിക എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം കേട്ടും സച്ചിക്കും രേവതിക്കും ഭയങ്കര സങ്കടമായി. രേവതി പറഞ്ഞു, ആന്റി വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണ. പക്ഷെ ഇതൊക്കെ കേട്ട് മറിഞ്ഞെന്ന് ശ്രുതിക്ക് ദേഷ്യമായി. അമ്മ എന്തിനാ ഇതൊക്കെ വിളമ്പണേ എന്നൊക്കെയായി. ഒടുവില് സച്ചിയും രേവതിയും കൂടെ അങ്ങ് വന്ന് ആദ്യെ ഒന്ന് സന്തോഷിപ്പിക്കുകയാണ്. അതിനുശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറയണം. അങ്ങനെ സച്ചിയും രേവതി എല്ലാവരും കൂടെ കൂടി കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. സച്ചിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ആദിയുടെ കാര്യത്തിൽ. എന്ത് ചെയ്യാൻ പറ്റും, അവന്റെ വിഷമം കണ്ട് സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ അവന്റെ വിഷമം ശ്രുതിയെ കാണാത്തോണ്ടാന്ന് അവർക്കറിയത്തില്ലോ. പക്ഷെ കേക്ക് കട്ട് ചെയ്യാൻ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തന്റെ അമ്മയോടൊപ്പം ഒന്ന് കേക്ക് കട്ട് ചെയ്യണമെന്ന് അവൻ ആഗ്രഹിച്ചേ. പക്ഷെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവന് കേക്ക് കട്ട് ചെയ്തേണ്ടായിട്ട് വന്നു. ആ സമയത്തെല്ലാം ശ്രുതി ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക. കേക്ക് കട്ട് ചെയ്തിട്ട് രേവതി സച്ചിയൊക്കെ ആദിക്ക് കൊടുത്തു. ആദ്യം അവർക്കും കൊടുക്കുവാണ്. പുറത്തു നിന്ന് ശ്രുതി ഇങ്ങനെ വെന്തുരുക്കി നിൽക്കുകയാണ്. മോന്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ഓടി വന്ന, പക്ഷെ അതൊക്കെ നടക്കാത്തതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.